നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം KT ജലീൽ MLA നടത്തിയൊരു പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഒരു പഠനം നടത്തി നോക്കിയാൽ ഇപ്പോൾ MDMA കൈവശം വച്ചതിനും കഞ്ചാവ് കടത്തിയതിനുമൊക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ എല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവുമധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം എന്നിവ കിട്ടുന്ന മറ്റൊരു വിഭാഗം രാജ്യത്തിലില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു വിധത്തിലുള്ള മതവിദ്യാഭ്യാസവും ലഭിക്കുന്നില്ല. നിങ്ങൾ കളവ് നടത്തരുത്, മദ്യപിക്കരുത്, ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുള്ള KT ജലീലിൻ്റെ പ്രസംഗം. ലഹരി കേസുകളിൽ പിടികൂടപ്പെടുന്ന പ്രതികളിൽ അധികം പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് KT ജലീൽ തുറന്നു പറഞ്ഞു. ഇതോടെ സമുദായത്തിൽപ്പെട്ട പലർക്കും കുരുപൊട്ടി. പിന്നീട് KT ജലീലിനെതിരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. എല്ലാ ആക്രമണങ്ങൾക്കും KT ജലീൽ ഇന്നലെ ഒരു മറുപടി നൽകി. KT ജലീലിൻ്റെ സുഹൃത്ത് റഫീഖ് പാറക്കലിന് ഒരു കത്തെഴുതുന്ന മട്ടിലാണ് ഇക്കഴിഞ്ഞ ദിവസം KT ജലീൽ ഒരു കുറിപ്പിട്ടത് ഫേസ്ബുക്കിൽ. PSMO കോളേജ് സഹപാഠിയായ താങ്കൾ എൻ്റെ മുൻ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിലിട്ട കുറിപ്പിലുള്ള മറുപടിയാണ് ഈ മുഖപുസ്തക പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലാ വിഡ്ഢിത്തത്തിൻ്റെ ഇഫ്താർ ചടങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗമാണല്ലോ താങ്കളുടെ എഴുത്തിൻ്റെ അടിസ്ഥാനം. മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ആധാരം. സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. രാസലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ വൈലത്തൂരിൽ വല്യുപ്പാനെയും വല്യുമ്മാനെയുമാണ് കഴുത്തറുത്ത് കൊന്നത്. താങ്കൾ ഓർക്കുന്നില്ലേ? താമരശ്ശേരിയിൽ രാസലഹരിക്ക് അടിമയായ ഒരു കോളേജ് വിദ്യാർത്ഥി തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നതും നാം കേട്ടതല്ലേ? വെഞ്ഞാറമൂട്ടിൽ ഭ്രാന്ത് മൂത്ത് വലിയുമ്മാനെയും മൂത്തപ്പാനെയും മൂത്തമ്മാനെയും അനിയനെയും പ്രണയിനിയെയും മാരകമാംവിധം തലക്കടിച്ചു കൊന്നതും ഉമ്മ ആയുസിൻ്റെ ദൈർഘ്യം കൊണ്ട് രക്ഷപ്പെട്ടതും കേരളത്തെ ഞെട്ടിച്ച സംഭവമല്ലേ? മലയാള മനോരമ പത്രത്തിൽ 5-6 മാസത്തിനിടയിൽ മലബാറിൽ നടന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട 200 കേസുകൾ ഞാൻ പരിശോധിച്ചു. അതിൽ 61% മുസ്ലിം പേരുള്ളവരാണ്. അധികവും മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ. ജനസംഖ്യയുടെ മുസ്ലിം അനുപാതത്തിൻ്റെ പ്രാതിനിധ്യ തുലാസിലിട്ട് തൂക്കി നോക്കി ആരാണ് കൂടുതൽ എന്ന് വാദിക്കാൻ ഇത് ജോലി സംവരണം പോലെ ഉറപ്പുവരുത്തേണ്ടതല്ലോ. ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ 99% ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന ഒരു യോഗത്തിൽ തീർത്തും സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ഉണർത്തിയത്. ആ പ്രസംഗം ഞാനല്ല പുറത്തുവിട്ടത്. ആരെങ്കിലും അത് പുറത്തുവിടും എന്ന നിലയ്ക്കുമല്ല ഞാനത് ഒരു ക്ലോസ്ഡ് ഡോർ മീറ്റിങ്ങിൽ അഭിപ്രായപ്പെട്ടത്. പുറത്തുവിട്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവേകികളുടെ മനസ്സിലെങ്കിലും ക്രിയാത്മകമായ ആലോചനകൾ ഉടലെടുത്താൽ അതിലും വലിയൊരു നന്മ വേറെയില്ലല്ലോ. പണത്തിൻ്റെ പുളപ്പും ധാരാളിത്തവും അടിച്ചുപൊളിക്കലും ധൂർത്തൻ വിവാഹങ്ങളും കോടികൾ മുടക്കിയുള്ള വീട് നിർമ്മാണവും വിലപിടിപ്പുള്ള വാഹനങ്ങളിലെ വിലസലും ബൈക്കുകളുടെ സൈലൻസർ പൊട്ടിച്ചുള്ള മരണപ്പാച്ചിലും മുസ്ലിം കേന്ദ്രീകൃത മേഖലകളിൽ നാൾക്ക് നാൾ കൂടി വരികയാണ്. മതവിദ്യാഭ്യാസം ഇതിനൊക്കെ തടയിടേണ്ടതല്ലേ? അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. മതനേതാക്കൾക്ക് മാത്രമേ ഇതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അവരതിന് മുന്നിട്ടിറങ്ങണമെന്ന ആഗ്രഹമാണ് ഈ വിനീതൻ പ്രകടിപ്പിച്ചത്. മദ്രസ വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമായി മാറിയത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഡിസ്റ്റിങ്ഷനും ഫുൾ A+ഉം റാങ്കുമൊക്കെ മതപഠനത്തിലേക്ക് കടന്നു വന്നതോടെ ധാർമ്മിക മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നത് കുറഞ്ഞുപോയോ എന്ന സന്ദേഹമാണ് ഇഫ്താർ സന്ദേശത്തിൽ നിരീക്ഷിച്ചത്. അൺഎയ്ഡഡ് സ്കൂളുകൾ വ്യാപകമായതോടെ നമ്മളൊക്കെ പഠിച്ച പരമ്പരാഗത മദ്രസ പഠനം അത്തരം സ്കൂളുകളിലേക്ക് മാറിയതും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ എന്ന് എൻ്റെ സംശയം പ്രകടിപ്പിച്ചതിൽ എന്താണ് തെറ്റ്? സമുദായത്തിനകത്തെ അരുതായ്മകളും അനഭിലഷണീയ പ്രവണതകളും ചൂണ്ടിക്കാട്ടിയാൽ അതെങ്ങനെ മഹാപാപമാകും? കുരുടൻ ആനയെ കണ്ട പോലെയല്ലേ രാസലഹരിയുടെ വ്യാപനത്തിൽ അഭിപ്രായം പറയേണ്ടത്? ഓരോരുത്തരും അവനവനിലേക്കും അവനവൻ്റെ കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കുക. പിശകുകൾ തിരുത്തുക. കാടടച്ച് വെടിവെച്ച് പോയിട്ട് കാര്യമില്ല. കൃത്യമായി പറഞ്ഞു പോകണം. അത് സമുദായ അവഹേളനമല്ല. സമുദായവും സമൂഹവും നന്നാകണമെന്ന അടങ്ങാത്ത അഭിലാഷമാണ്. എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒറ്റ ലഹരിക്കേസും ഒരു മുസ്ലിം പേരുകാരൻ്റെ പേരിൽ ചാർത്തപ്പെടാതിരുന്നാൽ അത് സമൂഹത്തിലെ എല്ലാവർക്കും പാഠമാകും. സംഘികളും ക്രിസംഘികളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഖുറാനിൽ അങ്ങനെയുണ്ടോ? തിരുനബിയുടെ ചര്യകളിൽ അങ്ങനെയുണ്ടോ? എല്ലാവർക്കും മാതൃകയാകേണ്ട ഉത്തമ സമുദായമല്ലേ മുസ്ലിങ്ങൾ? ആ ഉത്തരവാദിത്വം സമുദായം ഒന്നിച്ച് നിർവഹിക്കേണ്ട സമയമാണിത്.
വൈകിയാൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടമാകും. അത് സഹിക്കാൻ ഒരു രക്ഷിതാവെന്ന നിലയിൽ എനിക്കാവില്ല. ഒന്നിൽ നിന്നേ നമുക്ക് എണ്ണിത്തുടങ്ങാനാകൂ. അങ്ങനെ തുടങ്ങരുത് എന്ന് ശാഠ്യം പിടിച്ചാൽ ഒരിക്കലും നമുക്ക് എണ്ണാനാവില്ല. ഇനിയും മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടാതിരിക്കാൻ അവനവനിൽ നിന്ന് എണ്ണിത്തുടങ്ങിയേ പറ്റൂ. അതൊരു അപരാധമാണെങ്കിൽ അതിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം. പൂർവോപരി ശക്തിയോടെ വിസ്ഡം ഇഫ്താറിൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. രാസലഹരി വിപത്തിനെതിരെ നമുക്കൊരുമിച്ച് പൊരുതാം. തീർത്തും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പ്രസംഗത്തിലും എഴുത്തിലും പറഞ്ഞത്. ഇതിൽ CPM-നോ ഇടതുമുന്നണിക്കോ യാതൊരു പങ്കുമില്ല. വെറുതെ ആ പാവങ്ങളുടെ മെക്കിട്ട് കയറരുത് പ്ലീസ്. ഇഫ്താർ ചടങ്ങിനിടയിൽ KT ജലീൽ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ നിലയ്ക്കാത്ത ആക്രമണങ്ങളുണ്ടായി. അതിൻ്റെ തുടർച്ചയാണിപ്പോൾ ജലീലിൻ്റെ മറുപടി. KT ജലീൽ പറയുന്നത് ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പത്രമെടുത്തു നോക്കിയാൽ മയക്കുമരുന്ന് കടത്തിലൂടെയും മറ്റ് അവിഹിത മാർഗങ്ങളിലൂടെയും ഒക്കെ കൊള്ളപ്പണമുണ്ടാക്കുന്ന മിക്കവരുടെയും പേരുകളെടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. KT ജലീൽ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന്. മതപഠനം നടത്തുന്ന മുസ്ലിം യുവാക്കൾ തന്നെയാണ് അവരുടെ ശരീരഭാഗങ്ങളിൽ സ്വർണം തിരികെ വെച്ച് ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നത്. ഹാരിസ് അറബിയെപ്പോലുള്ളവർ ഇപ്പോൾ KT ജലീലിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ KT ജലീൽ പറഞ്ഞത് മദ്രസകളിൽ പോയവരാണ് മയക്കുമരുന്ന് കേസുകളിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നതെന്നും മതപണ്ഡിതന്മാർ ഇതിനെതിരെ ഗൗരവമായി ഇടപെടണമെന്നുമാണ്. എങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ വസ്തുതകൾ വെച്ച് സംസാരിക്കാൻ അറിയാത്ത ആളാണ് ജലീൽ. നല്ല മുഴക്കമുള്ള ശബ്ദം കൊണ്ട് വിഡ്ഢിതങ്ങൾ പറയുകയാണ്. പണ്ട് പാലാ ബിഷപ്പ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ഏതാണ്ട് സമാനമായ ആരോപണം. അന്ന് പക്ഷേ ബിഷപ്പ് മദ്രസകളെ മൊത്തമായോ മുസ്ലിങ്ങളെ പൊതുവായോ പറഞ്ഞില്ല. ലവ് ജിഹാദ് പോലെ നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്നാണെന്ന് ബിഷപ്പ് പറഞ്ഞത്. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടെന്ന് അതിന് ഇടതുപക്ഷ ഹാൻഡിലുകൾ അടക്കം എതിർത്തു. എങ്കിൽ ജലീലിൻ്റെ പ്രസ്താവനയെ CPM എതിർക്കുന്നത് തന്നെയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുറ്റവാളികളുടെ മതം തിരിച്ചുള്ള കണക്കുകൾ സൂക്ഷിക്കുന്നില്ല. NCRB SCRB ഡേറ്റകളിൽ ഒന്നും തന്നെ ജാതി മതം തിരിച്ചുള്ളതുമല്ല. പിന്നെ ജലീലിന് കണക്കുകൾ എവിടെ നിന്ന് കിട്ടി എന്നതാണ് ചോദ്യം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി സാധാരണ നിലയിൽ മദ്രസയിൽ പോയി കാണും. അയാൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടാൽ മാത്രമല്ല, അയാൾ ബലാത്സംഗ കേസിലോ കൊലക്കേസിലോ ബന്ധുവിന് നിയമനം നൽകിയ കേസിലോ തീസിസ് അടിച്ചുമാറ്റി PhD നേടിയ ഉഡായിപ്പിലോ പെട്ടാലും അയാൾ മദ്രസയിൽ പഠിച്ച ആളാണ് എന്നതുകൊണ്ട് അയാളുടെ കുറ്റം മദ്രസയുടെ തലയിൽ ആകുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിലും ഹവാല പണമിടപാടിലും പിടിയിലാകുന്നവരിൽ 99% മുസ്ലിങ്ങളാണെന്നും മതപണ്ഡിതന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്വർണം കടത്തി പിടിക്കപ്പെട്ടുവെന്നും കഴിഞ്ഞ ഒക്ടോബറിലാണ് KT ജലീൽ പറഞ്ഞത്. മദ്രസയിൽ പഠിച്ചവരാണ് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നതെന്ന് പറയാൻ ജലീൽ വിട്ടുപോയതാകുമെന്നാണ് കരുതേണ്ടത്. ജലീൽ പറയുന്ന ലോജിക്ക് കേട്ട് മദ്രസയിലെ ഉപദേശം കൊണ്ട് കാര്യമില്ലാത്ത സ്ഥിതിക്ക് ഇനി മദ്രസ പൂട്ടിക്കുന്നതിനെക്കുറിച്ച് സംഘികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ജലീലും ഒരു മദ്രസയിൽ പഠിച്ച ആളാണല്ലോ. മദ്രസയിലായാലും സൺഡേ സ്കൂളിലായാലും മത ആരാധനകളും കർമ്മങ്ങളും മതചിട്ടകളുമാണ് പ്രധാനമായി പഠിപ്പിക്കുക. സ്വാഭാവികമായും ലഹരിക്കെതിരെ, കൊലകൾക്കെതിരെ, കുറ്റകൃത്യങ്ങൾക്കെതിരെ എല്ലാം അവിടെ ഉപദേശങ്ങളുണ്ടാകും. ജലീലെ നാവടക്കി മിണ്ടാതിരിക്കെ, അറിയാത്ത കാര്യങ്ങളിലൊന്നും വിവരമില്ലാതെ കിടന്ന് ചിരവാതെ, അതുമല്ലെങ്കിൽ പണിയൊന്നുമില്ലെങ്കിൽ സെവൻസ് ഫുട്ബോൾ അനൗൺസ് ചെയ്യാൻ ചെല്ല്. നല്ല മുഴക്കമുള്ള ശബ്ദമാണല്ലോ ഹാരിസ് അറബി. ഹാരിസ് അറബിയെപ്പോലുള്ളവർ ഇപ്പോൾ KT ജലീലിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്. കാരണം സംഘികൾക്കും ക്രിസംഘികൾക്കുമൊക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നു മദ്രസകളുടെ ഈ രീതിയെന്നാണ് അവരുടെ പരാതി. തീ പടരുന്ന വേഗത്തിൽ ഇസ്ലാമോഫോബിയ പടരുന്ന കാലമാണ്. ഹിന്ദുത്വ ഏതുമേതും പൊതുബോധത്തിൽ ഇസ്ലാമോഫോബിയ പടർത്താൻ പ്രയോജനപ്പെടുത്തുന്ന കാലമാണ് ഇതെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആയുധം ജലീൽ സാഹിബ് എറിഞ്ഞുകൊടുത്തതാണ്. KT ജലീൽ പറയുന്നത് മനസ്സിരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് ഗൗരവത്തോടെ ചിലർ ചർച്ച ചെയ്യുന്നു. പത്രമെടുത്തു നോക്കിയാൽ മയക്കുമരുന്ന് കടത്തിലും മറ്റ് അവിഹിത മാർഗങ്ങളിലൂടെയും പിടിക്കപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ആബിദ് അടിവാരം പറയുന്നത് KT ജലീൽ ഒരു അധമനാണെന്ന്. KT ജലീൽ ഒരു അധമനാണ്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എത്രത്തോളം തരം താഴാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം താഴ്ന്ന സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായ താല്പര്യങ്ങളെ ഉറ്റുകൊടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരു ഷൂനക്കിയാണ് KT ജലീൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാസ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജലീൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കാസ തീവ്ര ക്രിസ്ത്യൻ സംഘടനയാണ്. ക്രിസ്ത്യൻ RSSും ക്രിസ്ത്യൻ SDPയുമാണത്. ജമാഅത്ത് ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി പോലെ NDFന് SDPI പോലെയാണ് കാസയുടെ സംഘടന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാസയ്ക്കോ RSSനോ തുല്യമായ ഏതെങ്കിലും മുസ്ലിം സംഘടനയുണ്ടോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റുന്നത് ഹിന്ദുക്കളാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ആദിവാസികളും ഹിന്ദുക്കളാണ്. ശബരിമല ക്ഷേത്രത്തിന് ഓരോ വർഷവും കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന് കൊടുക്കുന്നുണ്ട്. എന്തിനേറെ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബക്ഷേത്രത്തിന് വരെ പിണറായി സർക്കാർ 3 കോടി കൊടുത്തു.
പൊതുഖജനാവിൽ നിന്ന് ഹിന്ദുക്കൾക്ക് വാരിക്കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ കടകൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? KT ജലീലിൻ്റെ പ്രസ്താവന അത്രയേറെ ആ സമുദായത്തിൽപ്പെട്ട ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. എന്തായാലും ഇതൊരു തിരുത്തൽ പ്രസംഗമായി മാറട്ടെ എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ആശംസിക്കുന്നത്. KT ജലീൽ അന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ: നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കൂ, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞുകൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അതുമാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നതുപോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവർ? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. വയല് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയല് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയല് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല, പുല്ലുവില. അപ്പോ എല്ലാ വിഭാഗം ആളുകളും, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായിട്ടും അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേ പറ്റൂ. അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം, വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിന്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന്
എനിക്കൊരു സംശയം, ഞാൻ വെറുതെ ചോദിച്ചു, വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പൊ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ? സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ? ഇക്കാര്യങ്ങളൊക്കെ ഇസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, കാരണം ഇതൊരു സ്വയം വിമർശനത്തിന്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.